ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് സെൻറ് തോമസ് മൗണ്ട് പോകുന്ന വെച്ചു ബസ്സിൽ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് സെൻറ് തോമസ് മൗണ്ടിലേക്ക് പോകുന്നത്. ബസ്സിൽ ചെന്നൈ വൺ എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാഷ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ താമര റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ എടുത്താണ് നമ്മൾ പോകുന്നത്. ലോക്കൽ ട്രെയിനിൽ വലിയ ചീപ്പാണ്, 5 രൂപയ്ക്കേ ഉള്ളൂ, നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഫൈനലി സെൻറ് തോമസ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ സെൻറ് തോമസ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെട്രോ എടുക്കണമെങ്കിൽ അവർക്ക് മെട്രോ എടുക്കാം. ഇവിടെ കുറച്ച് മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ സ്ഥലത്ത്. പിന്നെ ഇവിടെ എയർപോർട്ട് അടുത്തായതുകൊണ്ട് തന്നെ എപ്പോൾ നോക്കിയാലും നമുക്ക് കുറേ ഫ്ലൈറ്റ് പോകുന്നൊരു വ്യൂ കാണാൻ പറ്റും. കുറച്ച് നടക്കാനുണ്ട് സെൻറ് തോമസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2.4 കിലോമീറ്റർ ഉണ്ട് സെൻറ് തോമസ് മൗണ്ടിലേക്ക്. നടന്നിടന്ന് നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ എത്തി ഏകദേശം. അത് കഴിഞ്ഞിട്ട് നടന്ന് ഏകദേശം ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് നമുക്ക് ഇനി കയറാനുണ്ടേ. മലയാറ്റൂരിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ പിന്നെ ടൈലിട്ടുകൊണ്ട് പിന്നെ നല്ല സുഖമാണ് കയറാൻ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയാം, 2 കിലോമീറ്റർ നടന്നുകൊണ്ടാണോ മനുഷ്യൻ, എനിക്ക് അത്ര പറ്റുന്നുണ്ടായില്ല നടന്ന് കയറാൻ. കയറി വന്നപ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആണ് എന്നെ ശ്രദ്ധയപ്പെട്ടത്. ഇവിടെ കുറേ ആൾക്കാർ കൂടി കണ്ടു. ഇവിടെയാണ് നമുക്ക് ആ ചെന്നൈയുടെ ഒരു ചെന്നൈ സൗത്തിൻ്റെ ഏകദേശം ഒരു മെട്രോ ഒക്കെ പോകുന്ന നല്ലൊരു വ്യൂ കാണാൻ പറ്റും. നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു എയർപോർട്ടിൻ്റെ ഒരു ഭാഗവും ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ ചാപ്പലുകളുണ്ട്, ഞാൻ ചാപ്പൽ കണ്ടു. പിന്നെ ഇതൊരു ആൽമരമാണ്, 140 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇതിലിരിക്കുമ്പോൾ. ഒരു നല്ല വെതറാണ് ഇവിടെ ഇരിക്കുന്നത്, നല്ല കൂൾ ക്ലൈമറ്റ്. ഇതൊക്കെ അവിടെ തോമസ് പ്രാർത്ഥിക്കുന്നതും തോമസ് കൊല്ലുന്നതും അത് തോമസ് അടക്കുന്ന ഓരോ സ്റ്റാച്ചുകളാണ്. ഇന്ന് പോണ വഴിക്ക് റോഡിലും അതിലൊരു കോട്ട് കണ്ടു അരിസ്റ്റോട്ടലിൻ്റെ, ദർ ഈസ് ഓൺലി വൺ വേ ടു അവോയ്ഡ് ക്രിറ്റിസിസം, ഡു നത്തിങ്, സേ നത്തിങ് ആൻഡ് ബി നത്തിങ്. ശരിയല്ലേ? അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.